ഇന്ത്യൻ റെയിൽപാതകളിൽ കുതിച്ചുപായാൻ ഒരുങ്ങി ഹൈഡ്രജൻ ട്രെയിൻ. ജനങ്ങളുടെ യാത്ര സുഗമമാക്കാനും അതേസമയം മലിനീകരണ സാധ്യത കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പുതിയ ചുവടുവയ്പ്പിനൊരുങ്ങുകയാണ് ഇന്ത്യ. വൈദ്യുതിയും ഡീസലും ഒന്നും വേണ്ടാത്ത ഒരു ട്രെയിൻ തയ്യാറായി സഞ്ചാരത്തിന് കാത്തിരിക്കുന്നു. വൈകാതെ തന്നെ ഇന്ത്യയിലെ റെയിൽപാതകളിൽ ഈ ട്രെയിൻ കുതിച്ചുപായും. ഇതിലൂടെ പരിസ്ഥിതി സൗഹൃദ യാത്ര എന്ന പുതിയ കാല കാഴ്ചപ്പാടിലേക്ക് 2024 ഡിസംബറിൽ ഈ ട്രെയിൻ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്. വൈദ്യുതിയും ഡീസലും ഒന്നും വേണ്ടാത്ത ഒരു ട്രെയിൻ ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ കാര്യം തന്നെയാണ്. 2030 കാർബൺ ബഹിരണം പൂജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് ഹൈഡ്രജൻ ട്രെയിനിൻ്റെ കടന്നുവരവ് ഒരു നാഴികക്കല്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ സംബന്ധിച്ച് ഇതൊരു വിപ്ലവകരമായ നേട്ടം തന്നെയാണ്. ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലമാണ് പ്രാഥമിക വിഭവമായി ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് പുതിയ ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഓക്സിജനുമായി സംയോജിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ നീരാവിയും വെള്ളവും മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ബഹിരണം പൂജ്യമാകുമെന്നും ഭാവിയിൽ ക്ലീൻ എനർജി എന്ന നിലയിൽ ഹൈഡ്രജൻ ട്രെയിൻ വ്യാപകമാകുമെന്നും പ്രതീക്ഷിക്കാം. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കുന്നത് മൂലം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, മറ്റ് കഠിന പദാർത്ഥങ്ങൾ എന്നിവ പുറത്തുവിടുന്നത് ഇല്ലാതാകുന്നു. വായു മലിനീകരണത്തിന് മാത്രമല്ല, ശബ്ദ മലിനീകരണത്തിനും ഈ ട്രെയിൻ ഒരു പരിഹാരമാകും. മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് അവയേക്കാൾ 60% കുറവ് ശബ്ദം മാത്രമാണ് ഇവ പുറത്തുവിടുന്നത്. ഹരിയാനയിലെ ഹിന്ദ് സോനിപത് പാതയിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങി പൈതൃക പർവ്വത തീവണ്ടി പാതകളിലും ഇന്ത്യയിലെ പ്രകൃതി രമണീയവും വിദൂരവുമായ മറ്റു റൂട്ടുകളിലേക്കും ഭാവിയിൽ ഹൈഡ്രജൻ ട്രെയിൻ ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യാത്രക്കാർക്ക് വേഗമേറിയതും സുസ്ഥിരവും സുഖപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ട്രെയിൻ ആവശ്യമായ ഊർജ്ജോൽപാദനത്തിൻ്റെ ഓരോ മണിക്കൂറിനും ഏകദേശം 40,000 ലിറ്റർ വെള്ളം വേണ്ടിവരും. ഇതിനായി പ്രത്യേക ജലസംഭരണ ശാലകൾ നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിക്കുന്നതിന് 80 കോടി രൂപയാണ് ചെലവ്. ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ ഹൈഡ്രജൻ സംഭരണ സൗകര്യങ്ങളും ഇന്ധന സ്റ്റേഷനും ഉൾപ്പെടെ അതിവിപുലമായ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യവ്യാപകമായി 35 ട്രെയിനുകൾ പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല, ഹൈഡ്രജൻ ട്രെയിനുകൾ 2025 രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സർവീസുകൾ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.